എന്താണ് ഇറാന്റെ ആ സൂപ്പർ പവർ? ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായ അമേരിക്കയോടും അതിശക്തമായ മിലിറ്ററി ടെക്നോളജിയും സ്പൈ നെറ്റ്വർക്കുകളുമുള്ള ഇസ്രായേലിനോടും നേർക്കുനേർ നിന്ന് പോരാടാൻ ഇറാന് എങ്ങനെ സാധിക്കുന്നു? ഇറാന്റെ യുദ്ധതന്ത്രത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: യു ഹിറ്റ് മീ ഫാസ്റ്റ്, ഐ ബ്ലീഡ് യു സ്ലോ. ശത്രു ശക്തമായ ആക്രമണം തുടരുമ്പോഴും ഇറാൻ അവരുടെ രക്തം ഊറ്റിയെടുക്കുകയാണ്. ഇറാന്റെ ശക്തി സൈന്യമല്ല, അവരുടെ സിസ്റ്റമാണ്. 3 ലെയറായുള്ള സൈനിക സംവിധാനമാണ് ഇറാനുള്ളത്. ലെയർ 1 കൺവെൻഷണൽ ആർമി. ഹോർമൂസ് കടലിടുക്ക് ഇന്ന് നിയന്ത്രിക്കുന്നത് ഇവരാണ്. ലെയർ 2 ഈ ആർമിയേക്കാൾ പവർഫുൾ ആയ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC. ഇറാന്റെ മിസൈൽ പ്രോഗ്രാം, ഡ്രോൺ പ്രോഗ്രാം എല്ലാം നിയന്ത്രിക്കുന്നത് ഇവരാണ്. ലെയർ 3 പ്രോക്സി നെറ്റ്വർക്ക് അഥവാ ഷാഡോ ആർമി. ഇറാന്റെ യഥാർത്ഥ ശക്തി. ലെബനനിലെ ഹിസ്ബുള്ളകൾ, യമനിലെ ഹൂതികൾ, ഇറാഖിലെ സായുധ സംഘങ്ങൾ, ഹമാസ് തുടങ്ങിയവയെല്ലാം ഇറാന്റെ ഷാഡോ സൈന്യങ്ങളായി പ്രവർത്തിക്കുന്നു. അതിനാൽ തന്നെ US ഇസ്രായേൽ സഖ്യം യുദ്ധം ചെയ്യേണ്ടത് ഒരു രാജ്യത്തോട് മാത്രമല്ല, പശ്ചിമേഷ്യയിലാകെയുള്ള വലിയൊരു നെറ്റ്വർക്കിനോടാണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് വാർഫെയർ സിസ്റ്റമാണ് ഇറാൻ ഇക്കാലം അത്രയും കൊണ്ട് വികസിപ്പിച്ചെടുത്തത്. ഇത് തകർക്കുക അത്ര നിസ്സാരമല്ല. ഇറാന്റെ സ്ട്രാറ്റജിക് ബാക്ക് ബോൺ മിഡിൽ ഈസ്റ്റിലെ ലാർജസ്റ്റ് മിസൈൽ അർസണലാണ് തങ്ങൾ എന്നതാണ്. ആയിരക്കണക്കിന് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഇറാനുണ്ട്. മിസൈൽ സംവിധാനങ്ങൾക്ക് മേൽ ശക്തമായ US ആക്രമണം ഉണ്ടായിട്ടും ഇപ്പോഴും ആക്റ്റീവ് മിസൈൽ ലോഞ്ച് കപ്പാസിറ്റി ഇറാനുണ്ട്. ദീർഘനാളത്തേക്ക് യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ഈ സംവിധാനങ്ങൾ കൊണ്ട് സാധിക്കും. മറ്റൊന്ന് ഡ്രോൺ പവർ ഓഫ് ഇറാൻ, ദി റിയൽ ഗെയിം ചേഞ്ചർ. മില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ച് നിർമ്മിച്ച US ഇസ്രായേലി സംവിധാനങ്ങളെ തകർക്കുന്നത് 20,000 മുതൽ 30,000 ഡോളർ വരെ മാത്രം ചെലവ് വരുന്ന ഇറാന്റെ ഷഹീദ് മൊഹജീർ ഡ്രോണുകളാണ്. ഒരു ദിവസം 100 കണക്കിന് ഡ്രോണുകളാണ് ഇറാൻ തൊടുക്കുന്നത്. ഹിഡൻ വാർ സിസ്റ്റമാണ് മറ്റൊന്ന്. അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റീസ്, ഹിഡൻ ന്യൂക്ലിയർ സൈറ്റ്സ്, ബങ്കർ സിസ്റ്റം എന്നിവ ഇറാൻ ഉണ്ടെന്ന് അമേരിക്ക റിപ്പോർട്ട് ചെയ്യുന്നു. ചൈന, റഷ്യ എന്നീ വൻ ശക്തികൾ നൽകുന്ന സാറ്റലൈറ്റ് ഡേറ്റയാണ് മറ്റൊരു കരുത്ത്. ഇതിലൂടെ ശത്രുവിന്റെ ഓരോ നീക്കങ്ങളും ഇറാൻ വ്യക്തമായി കാണുന്നു. വിയറ്റ്നാം എന്ന കുഞ്ഞൻ രാജ്യത്തിന് അമേരിക്കയെ കീഴ്പ്പെടുത്താനാകുമെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾക്കാകില്ല എന്ന ചോദ്യമാണ് ഇറാൻ ലോകത്തോട് ചോദിക്കുന്നത്.